Hey, welcome back to day 4. അപ്പൊ ഡേ 3 പറഞ്ഞ പോലെ ഡ്രൈ ആണ്, ഫ്ലേക്ക്. നമുക്ക് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ട്രീറ്റഡ് ഹെയർ ട്രീറ്റ്മെന്റിന്റെ എഫക്ട് പോകും. ഓയിൽ തന്നെ യൂസ് ചെയ്യണം എന്നാണ്. ഡ്രൈ ഓയിൽസ് ഉണ്ട്, അതേതൊക്കെ? I'll give you two options: acai oil or argan oil. They are very mild oils or ഡ്രൈ ഓയിൽസ്. സോ ഇത് ബിൽഡപ്പ് വരാനോ അല്ലെങ്കിൽ സ്റ്റിക്കി ആവാനുള്ള ചാൻസ് കുറവുള്ള ഓയിൽസ് ആണ്. പക്ഷേ ദി അൾട്ടിമേറ്റ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് സ്കാൽപ് സിറംസ് ആണ്. 3 കാറ്റഗറി ഓഫ് സിറംസ് ആണ് ഞാൻ തരുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് പ്രീമിയം കാറ്റഗറിയിൽ കെരസ്റ്റാസിന്റെ ജെനസിസും പൊട്ടൻഷ്യലിസ്റ്റും ആണ്. പൊട്ടൻഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മൈക്രോബയോമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈച്ചിനെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും. ജെനസിസ് ഡ്രൈനെസ്സും അതുകൊണ്ടുള്ള ഹെയർ ഫോളും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട്. മിഡ് റേഞ്ച് വരുമ്പോഴും ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരുന്നുണ്ട്. 1 ലോറിയലിന്റെ സ്കാൽപ് അഡ്വാൻസ് സിറം, 2 വെല്ലഡ് എലമെന്റ്സിന്റെ കാമിങ് സിറം. കാറ്റഗറിയിലും ഐ എം ഗിവിംഗ് യു 2 ഓപ്ഷൻസ്. 1 മിനിമലിസ്റ്റിന്റെ പെപ്റ്റൈഡ് സിറം. നമ്പർ 2 ബി ബോഡി വൈസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആന്റി ഡാൻഡ്രഫ് സിറം. ഇനി നിങ്ങൾ റെഗുലർ ആയിട്ട് ഹീറ്റ് സ്റ്റൈൽ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ഹെയർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണ്ടേ? ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.